ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയും മെനിയാന്നൊക്കെ ആയിട്ട് വീഡിയോ ഇടൽ പറ്റ കുറവാണ്. ഇന്നലെ തീരെ ഇട്ടിട്ടില്ല. ഇടാൻ മാനസികമായിട്ട് ചെറിയൊരു വിഷമത്തിലാണ്. അപ്പം മാനസികമായിട്ട് ഞാൻ വിഷമത്തിലാന്ന് കേൾക്കുമ്പോൾ മാനസികമായിട്ട് സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. സന്തോഷിച്ചോളൂ. എനിക്കിത്തിരി വിഷമത്തിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, കുടുംബത്തിലൊരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത സിസ്റ്ററുടെ ബ്രദറിലോ ആണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം വരാൻ കാരണം എന്താ വെച്ചാൽ, മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആലുവയിൽ നിന്നെങ്ങാണ്ടാണ് മരിച്ചത്. അപ്പോൾ ഇവിടെ എത്തിച്ച സമയത്ത് പിറ്റേന്ന് 8 മണിയായിക്ക്, രാത്രി 8 മണി 7 8 മണി അങ്ങാണ്ടായിക്ക് എത്തിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വീട്ടിലൊന്നും തോനെ നേരം, വീട്ടിൽ വെറും 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. തോനെ നേരം ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ വീട് കുറച്ച് കയറ്റത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മയ്യത്ത് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ പറയുക, തൊട്ടടുത്ത് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ മാതിരി തൊട്ടടുത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ, നമ്മളെ ഇത്രയും കാലം അറിയാവുന്ന ആൾ, അല്ലെങ്കിൽ നമ്മളോട് ഇത്രയും കാലം സംസാരിച്ചുകൊണ്ട് നിന്ന ആൾ പെട്ടെന്ന് നമ്മളെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റൂല. നമ്മളെ കാണുമ്പോൾ ഒക്കെ ചിരിച്ച് നമ്മളോട് കഥ പറഞ്ഞ് നമുക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോവുക, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെനിക്ക് മെൻ്റലി ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവനെ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ട് ചിരിക്കാതെ നിന്നിട്ടില്ല, നേരിട്ട് കണ്ടിട്ട് മിണ്ടാതെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മയ്യത്ത് ഇങ്ങോട്ട് ഇറക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ആലോചിച്ചു. ഇന്നേ വരെ എന്നെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കാത്ത ഒരു വ്യക്തി എന്നെ കണ്ടില്ലേ എന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവുക ചെയ്യുന്നത്. നമ്മുടെ ഈ ലോകത്തുനിന്ന് ഈ വിട പറയുന്ന അവസാന നിമിഷങ്ങളുണ്ടല്ലോ, ആ ഒരു നിമിഷങ്ങൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി തോന്നി. കാര്യം എന്താ വെച്ചാൽ, ഏട്ടത്തിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കെത്രയാ 9 or 10 വയസ്സെങ്ങാനേ ഉള്ളൂ. ആ ഒരു സമയം തൊട്ടിട്ട് ഞാൻ കാണുന്ന ആളാണ്. ഇപ്പം എനിക്ക് 33ാമത്തെ വയസ്സാട്ടോ. അപ്പോൾ ആ സമയം തൊട്ടിട്ട് കാണുന്നത്. അപ്പോൾ അവളുടെയൊക്കെ വിവാഹ സമയത്ത് ആദ്യത്തെ പെരുന്നാൾക്കൊക്കെ ഞാനും വാപ്പയും കൂടി പോവുമായിരുന്നു. എൻ്റെ വിവാഹം വരെ എന്ന് എന്നെ പറയാം. അവളെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അവളെ വീട്ടിലും വാപ്പാൻ്റെ കൂടെ ആദ്യം അവളുടെ വീട്ടിലേക്ക് കഴിഞ്ഞ് ഞങ്ങൾ 2 അനിയത്തിമാരും കൂടി പോവുക. അപ്പോൾ സാജിർക്കാക്ക അവിടെ ഉണ്ടാവുമായിരുന്നു. സാജിർക്ക എനിക്ക് 100 രൂപ പെരുന്നാൾ പൈസയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പെരുന്നാൾക്കും തരുകയായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നൊക്കെ അന്ന് ഫസ്റ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ കുട്ടിയാണ്, പറഞ്ഞില്ല 9ാം ക്ലാസ്, പിന്നെ 9ാം ക്ലാസ്സിൽ 9 വയസ്സോ 10 വയസ്സോ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെറുതാണ്. അപ്പോൾ ഒക്കെ ഒരു 100 രൂപ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അന്ന് തൊട്ടിട്ട് എന്നോട് മിണ്ടുന്ന ആൾ, അന്ന് തൊട്ടിട്ട് എന്നെ കണ്ടാൽ ചിരിക്കുന്ന ആൾ എൻ്റെ തൊട്ടടുത്തൂടെ പോവുക, മിണ്ടുകയും ചിരിക്കുകയും ഒന്നും ചെയ്യാതെ, ഇനി കാണുക പോലും ഇല്ല എന്നുള്ള ഒരു സംഭവത്തിലേക്ക് പോയി യാത്ര പറഞ്ഞു പോകുമ്പോൾ ഉണ്ടായ ഒരു വിഷമം അതെന്നെ സംബന്ധിച്ച് കുറച്ച് വല്ലാത്തതായിപ്പോയി. ഞാൻ അങ്ങനെ അടുത്ത് മയ്യത്തൊന്നും അങ്ങനെ കാണാറില്ല. ഞാൻ പിന്നെയും ശരിയിലും കണ്ടു എന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മയെ, എന്ന് വെച്ചാൽ വാപ്പയുടെ അമ്മാമനെയാണ് ഞാൻ അത്രയും തോനെ നേരം അടുത്ത് നിന്നത്. പക്ഷെ അല്ലാതെ ഞാൻ ആരെയും കാണാനും ഒന്നും നിന്നില്ല. ഇവനെ കാണണമെന്നൊക്കെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല, കാണണ്ടെന്നായി. അവിടുന്ന് പറഞ്ഞു കിട്ടോ പള്ളിയിലേക്ക് വന്നാൽ കാണാമെന്ന്. പക്ഷെ മാനസികമായിട്ട് കാണണ്ട എന്നുള്ളൊരു ചിന്താഗതി എന്താ അതെനിക്കറിയില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളല്ലേ. അവളുടെ 1 വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ
ഒരു കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ലാസ്റ്റ് കണ്ടത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാജിർ ഖാനെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ പള്ളിയിൽ പോയി കാണുകയാണെങ്കിലും ചിരിക്കാതെ സംസാരിക്കാത്ത ഒരാളല്ലേ ഞാൻ കാണുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ. എന്നിട്ട് ആ ഒരു വിഷമമുള്ളത് കൊണ്ട് ആണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നിമിഷം മതിയടോ. നമ്മളൊക്കെ അഹങ്കാരിക്കുന്നുണ്ടല്ലോ ഇല്ലേ? നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെ പേരിൽ അഹങ്കരിക്കുന്നുണ്ട്. ഒരു ഒറ്റ നിമിഷം മതി എല്ലാം തീരാൻ. നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ ലോകത്ത് ഉള്ള ഏതൊരു വ്യക്തി തന്നെയാണെങ്കിലും ഒരു നിമിഷം മതി. നമ്മുടെ കണ്ണൊന്നടഞ്ഞു പോയാൽ തീർന്നടോ. കഴിയുന്നതും ആരോടും പരിഭവവും പരാതിയും കൊടുക്കാതെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കാം. അതേ നമുക്ക് നാളേക്ക് എന്ന് പറയാൻ കുറച്ച് ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സാജിർക്ക് ആ ഓർമ്മകളായി. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ കല്യാണ വീട്ടിൽ നിന്ന് എന്നോട് ചിരിച്ചിട്ടുണ്ട് എന്ന്. അതേപോലെ ഇനി പറയുള്ളൂ അവനെ പറ്റി. അല്ല, അവിടുന്ന് മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 വാക്കുമേൽ അവൻ ഒതുങ്ങിപ്പോയി. അതേപോലെ നമ്മളൊക്കെ നാളെ 1-2 വാക്കിൻ്റെ മുകളിൽ ഒതുങ്ങിപ്പോവും. അപ്പോൾ കഴിയുന്നതും നമ്മളൊക്കെ ഒരാളെ വെറുപ്പിക്കാതെ, വെറുപ്പ് മേടിക്കാതെ, ഒരാളെ ദേഷ്യം പിടിപ്പിക്കാതെ, ഒരാളെ ഉപദ്രവിക്കാതെ നമ്മൾ ജീവിച്ചു പോയാൽ എന്ത് നല്ലതാ. നമ്മുടെ മരണശേഷവും നമ്മളെ ഓർത്തിരിക്കാനുള്ള ഓർമ്മകളായിരിക്കും അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിയുന്നതും നമ്മൾ ആരെയും ഉപദ്രവിക്കേണ്ട, ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് എത്ര ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ പോകുമ്പോൾ ആരോട് പറയുന്ന പോലുമില്ല. പറയുന്നുണ്ടായിരുന്നേ എൻ്റെ തൊട്ട് മുമ്പ് കൂടി അവൻ പോകുമ്പോൾ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നേ അവൻ പറയായിരുന്നു, ഞാൻ പോയി വരട്ടോ എന്നെങ്കിലും പറയായിരുന്നു. അത്ര പോലും മിണ്ടിയില്ല, നോക്കിയില്ലല്ലോ, നോക്കൂല. അത്രേ ഉള്ളൂ. ഓരോ മനുഷ്യൻ്റെയും അവസ്ഥ അത്രേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ അവസ്ഥ എന്നുള്ളത്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അപ്പം ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും ആക്റ്റീവായിട്ട് ഇടാതിരുന്നതും ലൈവ് ഇടാതിരുന്നതും കാര്യങ്ങളൊക്കെ. മാനസികമായിട്ട് ചെറിയൊരു വിഷമം സ്വാഭാവികമാണല്ലോ, ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തായാലും പോയാൽ പോയി. അപ്പം അങ്ങനെയാണ് സംഭവം. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ള കാര്യം നിങ്ങളിന്ന് അറിയിക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു. ഓക്കെ, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ടാറ്റാ.